അഫ്സൽ സൗണ്ട് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹെഡ്ഫോൺ ആമ്പുകളാണ്. ബെറിഞ്ചർ എന്ന ബ്രാൻഡിൻ്റെ 2 ഹെഡ്ഫോൺ ആമ്പുകളാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 ഔട്ട് കിട്ടുന്ന ഹെഡ്ഫോൺ ആമ്പും, അതുപോലെ തന്നെ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ഔട്ട് കിട്ടുന്ന ഹെഡ്ഫോൺ ആമ്പും. അപ്പോൾ ഇത് എന്തിനൊക്കെ ഉപകാരപ്പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രോഗ്രാമിൽ ജഡ്ജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോൽക്കൊക്കെ ഹെഡ്ഫോൺ ഔട്ട് തന്നെ കിട്ടണമെന്ന് പറയാമെന്നുണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും വേറെ റെക്കോർഡിങ്ങിനൊക്കെ ഹെഡ്ഫോൺ ഔട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താട്ടാ ഈ ഒരു ഇപ്പോൾ മിക്സറിൽ സാധാരണ എല്ലാവർക്കും അറിയാം ഒരു ഹെഡ്ഫോൺ ഔട്ടാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഹെഡ്ഫോൺ ഔട്ട് എടുത്തിട്ട് ഇതിൽ ഇൻപുട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് 4 ഔട്ടായിട്ട് പുറത്തെടുക്കാം. 4 കൺട്രോളും ഇതിൽ കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് ഇതിൽ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ഔട്ടാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ജഡ്ജസ് കാര്യങ്ങൾക്കൊക്കെ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതാണ് ഉപകാരപ്പെടുക. നേരെ മറിച്ച് ഒരു ആർട്ടിസ്റ്റ്, ഇപ്പോൾ ഒരു തബല വായിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു കീബോർഡ് വായിക്കുന്ന ആൾക്ക്, അങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് വായിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഉപകാരപ്പെടുമ്പോൾ നമ്മൾ ഇന്നിയേഴ്സ് കൊടുക്കുമ്പോൾ ഈ ഒരു ഹെഡ്ഫോൺ ആകുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഇന്നിയർ യുഗമാണ്. ഇപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇന്നിയറാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വയർലെസ് ഇന്നിയേഴ്സാണ്, നമ്മൾ സിംഗേഴ്സിനും പോലൊക്കെ വയർലെസ് ഇന്നിയേഴ്സാണ് നമ്മൾ കൂടുതലും ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തബല അതുപോലെ തന്നെ കീബോർഡ് വായിക്കുന്ന ആൾ, അതുപോലെ ഡ്രംസ് വായിക്കുന്നവരൊക്കെ പറഞ്ഞാൽ ഒരു പൊസിഷനിൽ ഇരുന്നിട്ടാണ് അവരെ ഇൻസ്ട്രുമെൻറ്റ്സ് ആർട്ടിസ്റ്റുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വയേർഡ് ഇന്നിയേഴ്സ് നമുക്ക് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ ആകുമ്പോൾ വെച്ചിട്ട് ഇതിലൊരു ഹെഡ്സെറ്റും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് ഔട്ട് എടുത്തിട്ട് നേരെ ഇതിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഔട്ട് ഒരു ഹെഡ്ഫോണ് നേരെ കൊടുത്തു കഴിഞ്ഞാൽ ഓൽക്കില്ല ഇന്നിയേഴ്സ് ഇത് കൊടുത്താൽ മതി. ആർട്ടിസ്റ്റ് നമുക്ക് സിംഗേഴ്സിനൊന്നും നമുക്ക് വയേർഡ് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നമ്മളൊരു ഗസൽ പ്രോഗ്രാമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് പാടുന്ന ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് പാടുന്ന ഒരു സിംഗറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ആമ്പ് കൊടുത്തിട്ട് ഹെഡ്ഫോൺ ആമ്പ് കൊടുത്തിട്ട് ആ ഒരു ഹെഡ്സെറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ നടന്നുകൊണ്ട് പാടുന്ന സാധാ ഒരു ഗാനമേള പ്രോഗ്രാമോ ബാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വയേർഡ് നമുക്ക് ഇന്നിയേഴ്സ് കൊടുക്കാൻ കഴിയില്ല, വയർലെസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ വയർലെസ് ഇന്നിയേഴ്സ് എല്ലാവർക്കും നമുക്കിപ്പോൾ എല്ലാ ആർട്ടിസ്റ്റാക്കുമ്പോൾ തബല ഇരുന്ന് വായിക്കുന്ന എല്ലാവർക്കും നമുക്ക് വയർലെസ് ഇന്നിയേഴ്സ് കൊടുക്കൽ അത്ര പോസിബിൾ അല്ല. കാരണം വെച്ചാൽ നല്ലൊരു ബ്രാൻഡിൻ്റെ വയർലെസ് ഇന്നിയേഴ്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് നമുക്ക് ബഡ്ജറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് താങ്ങിക്കോണമെന്നില്ല. നമ്മളെ പോലത്തെ സാധാ സൗണ്ടുകാർക്ക് ചിലപ്പോൾ അത് താങ്ങിക്കോണമെന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു 4 5 ഇന്നിയേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ സിംഗേഴ്സിനത് കൊടുക്കുകയും ചെയ്യാം. ബാക്കിയില്ല ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ ആർട്ടിസ്റ്റുകൾക്ക് ഈ ഒരു ആമ്പ് ഹെഡ്ഫോൺ ആമ്പ് വെച്ചിട്ട് ഇന്നിയേഴ്സായി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു 2 ഈ ബെറിഞ്ചർ എന്ന ബ്രാൻഡിൻ്റെ ആമ്പുകളാണ്. ഇതിന് ഏകദേശം നമുക്ക് ഓൺലൈനിൽ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 ഔട്ട് കിട്ടുന്ന ഈ ഒരു ഹെഡ്ഫോൺ ആമ്പിന് നമുക്ക് ഓൺലൈനിൽ കാണുന്ന പ്രൈസ് ഏകദേശം ഒരു 5 റുപ്യേൻ്റെ അടുത്താണ്. നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്ത് 1 ഔട്ട് കിട്ടുന്ന ഈ ഒരു ഹെഡ്ഫോൺ ആമ്പിന് നമുക്ക് പ്രൈസ് വരുന്നത് ഏകദേശം 7 സംതിങ് ആണ് ഓൺലൈനിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 2 മോഡൽ. ഒന്ന് പവർ പ്ലേ P2 പറഞ്ഞ മോഡൽ, ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ഔട്ട് എടുക്കുന്ന മോഡൽ. അതുപോലെ തന്നെ ഒരു ഇൻപുട്ട് കൊടുത്ത് തന്നെ 4 ഔട്ട് കിട്ടുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ആമ്പ് HA400 HA400 പറഞ്ഞ ഈ ഒരു മോഡൽ. ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ഔട്ട് കിട്ടണേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു പൊസിഷനിൽ നിന്നിട്ട് വായിക്കുന്ന ആർട്ടിസ്റ്റാക്ക് കൊടുക്കാൻ പറ്റിയ ആമ്പ് എന്നാണല്ലേ, അത് ഈ ഒരു സാധനമാണ്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാലാണ് ഇവിടെ ബെറിഞ്ചർ എന്നുള്ള ആഡ് ചെയ്ത് കാണാം. പിന്നെ ഇതിൻ്റെ ഓൺ ഓഫ് വരുന്നത് തന്നെയാണ് ഈ ഒരു വോളിയം കൺട്രോൾ തന്നെയാണ്. ഇങ്ങനെ തിരിക്കുമ്പോൾ തന്നെ ഇത് ഓണായിട്ട് ആണ് വരിക. ഇവിടെ ചെറിയൊരു ഇൻഡിക്കേഷനും ബാറ്ററിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഇവിടെ കാണും. പിന്നെ ഇതിലാണ് നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിലുള്ള ഇൻപുട്ട് കൊടുക്കേണ്ടത് ഇവിടെയാണ്. നമ്മൾ ഓക്സിൽ നിന്ന് എടുത്തിട്ട് ഇൻപുട്ട് കൊടുക്കേണ്ടത് XLR കൊടുക്കുക, അതുപോലെ തന്നെ ജാക്കായിട്ടും 2 ഇൻപുട്ട് നമുക്ക് ഇതിൽ കൊടുക്കാം. പിന്നെ ഇതിൽ പവർ വരുന്നത് ബാറ്ററിക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നീക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അയച്ചു വെക്കാം. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ ബാറ്ററി നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൽ സാധാരണ നമ്മൾ റിമോട്ട് വരുന്ന ബാറ്ററികളാണ്, 2 ബാറ്ററിയാണ് ഇതിന് പവർ വരുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് 4 ഔട്ട് കിട്ടണ ഹെഡ്ഫോൺ ആകുമ്പോൾ നമ്മൾ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പവർ വരുന്നത്. 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ നമ്മളിവിടെ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് ജാക്ക് ഇൻപുട്ടാണ് വരുന്നത്. അതിൽ നമുക്ക് XLR കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ജാക്ക് കണക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് ജാക്ക് ഇൻപുട്ടാണ് വരുന്നത്. ഈ ജാക്ക് ഇൻപുട്ട് കണക്ട് ചെയ്തിട്ട് 4 ഹെഡ്ഫോൺ ഔട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ഹെഡ്ഫോണിൻ്റെ പിന്നെ ചിലപ്പോൾ ചെറുതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കണക്ടർ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം, ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് അഡാപ്റ്റർ കുത്തി ഓണായി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വേറെ സ്വിച്ചും കാര്യങ്ങളൊന്നുമില്ല. അഡാപ്റ്റർ കണക്ട് ചെയ്യുന്നതോട് കൂടി ഇത് ഓണാവും. ഇപ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കാണാം. പിന്നെ അതുപോലെ തന്നെ ഓരോ ഔട്ടിനും ഓരോ
ഹെഡ്സെറ്റിനും നമുക്ക് ഓരോ കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട് 4 ഔട്ടാണ് നമ്മൾ ഇതിന് കിട്ടുകയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 4നും വോളിയം കൺട്രോളുകൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ ആമ്പും തമ്മിലുള്ള മാറ്റം ഇതാണ്. ഇതൊന്ന് കൊടുത്താൽ 4 കിട്ടും. നമ്മൾ ജഡ്ജസ് പോലത്തെ അങ്ങനത്തെ ഒരു പരിപാടിക്കൊക്കെ നമ്മൾ പോലെ തന്നെ ഉപയോഗിക്കാം. ഇത് നമ്മൾ ആർട്ടിസ്റ്റാക്ക് കൊടുക്കാൻ ഇത് ഉപയോഗിക്കാം. ആർട്ടിസ്റ്റാക്ക് കൊടുക്കുമ്പോൾ അവരെ കൂടെ ഇങ്ങനെ ഒരു നമ്മുടെ മറ്റേ ഒരു ക്ലിപ്പ് പോലെ അത് കൊടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും കൊളുത്തിടാൻ നമ്മുടെ ഡ്രസ്സിലെവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ഇടുന്ന ഒരു ഓപ്ഷൻ കൂടെ ഇതിന്മേൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം. ഇതൊന്നും നിങ്ങൾ പരിചയപ്പെടുത്താമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.